ഹലോ ഹലോ, എന്റെ പേര് ശക്തിദാസൻ. ഞാനിവിടെ എറണാകുളത്ത് പാലാരിവട്ടത്താണ്. അതായത് ഇപ്പോ ഇതെന്റെ യോഗ സെന്റർ ആണ്. ഞാൻ ആക്ച്വലി ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. പെട്ടെന്നൊരു ക്ലയന്റ് വന്നു. എനിവേ, ഇന്ന് വളരെ മനോഹരമായിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊജക്റ്റിനെ കുറിച്ചും റിജോ സാറ് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോ ജിത്തു സാർ ഇവിടെ സൂചിപ്പിച്ചു, ഞാനൊരു ആക്ടറാണ്. ഞാൻ ലേറ്റസ്റ്റ് ആക്ട് ചെയ്തത് ജിത്തു ജോസഫിന്റെ കൂമലിലാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു അനൂപ് മേനോന്റെ ഒരു മൂവി ഉണ്ട്, അതിലുണ്ട്. കൂടാതെ കാത്തലിക് സിറിയൻ ബാങ്ക്, അതുപോലെ ACC സിമൻസ്, മണപ്പുറം ഗോൾഡ്, ഇതിന്റെയൊക്കെ മോഡലായിട്ട് വരുന്നത് ഞാൻ തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു യോഗ ട്രെയിനർ കൂടിയാണ്. ഈ കാര്യങ്ങളൊക്കെ എന്റെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അതോടൊപ്പം എന്തിനാണ് ഞാൻ ഈ ബയോടോറിയത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, ഞാനൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. ഈ കിടക്കുന്ന ഫ്ലോറിംഗ്, ഇത് ഇമ്പോർട്ടഡ് ഫ്ലോറിംഗ് ആണ്. ഞാൻ എന്റെ ഇതിലിട്ടിട്ടുണ്ട്. താജിലും അതുപോലെ മലബാറിലും മാരിയറ്റ് ഹോട്ടലിലും ട്രിവാൻഡ്രത്താണെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ ഇപ്പോൾ കിടക്കുന്നതും ഞാൻ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഐ മീൻ, ഞാനൊരു ഇമ്പോർട്ടർ കൂടിയാണ് ഈ ഫ്ലോറിങ്ങിന്റെ. സ്വന്തം കമ്പനി ആയിരുന്നു, വിസ് ഫ്ലോറിംഗ് എന്നാണ്. ജസ്റ്റ് ഇപ്പൊ ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. കോവിഡിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഹ്യൂജ് ലോസ് ഉണ്ടായി. എല്ലാവർക്കും അറിയാം, കൂടുതൽ പണം മുതൽ മുടക്കി ചെയ്ത ബിസിനസ്സുകൾക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു വിക്ടിമാണ് ഞാൻ. എന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഏറ്റില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ ഒരു 10-24 വർഷം മുമ്പേ യോഗ ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇതിൽ ഈ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, യോഗ വല്ലപ്പോഴും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുടെ അഡ്വൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആധിയിൽ നിന്നാണ് വ്യാധി ഉണ്ടാവുന്നത്. എന്നെ സംബന്ധിച്ച് ആധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. കാരണം ഹ്യൂജ് ലോസ് വന്നു. ഈ സമയത്ത് ഞാൻ നിരവധി വ്യക്തികളെ യോഗ പഠിപ്പിച്ച്, അതായത് യോഗ നിദ്രയിലൂടെയും അല്ലെങ്കിൽ റിലാക്സേഷനും ഒക്കെ കൊടുത്തിട്ട് അവരെ, എന്റെ ക്ലയൻസിനെ ഞാൻ ഹാപ്പി ആക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് എന്റെ മുന്നിൽ എന്റെ ഒരു പഴയ സുഹൃത്ത്, കാരണം ഞാൻ ഈ മേഖലയിൽ 2011 വരെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ബേസിക്കലി ഞാൻ കുട്ടനായിട്ട് ജനിച്ച ആളാണ്. ഒരു 2 വീലർ പോലും ഇല്ലാതെ കൊച്ചിയിലേക്ക് എത്തിയതാണ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എന്റെ കരിയർ തുടങ്ങി. അന്ന് പല സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും ഒരു ജോലി എടുത്ത് നിറവേറ്റാൻ സാധിക്കില്ല എന്ന തികഞ്ഞ ബോധ്യമുള്ളത് കൊണ്ട് അന്ന് ഒരു ഡയറക്റ്റ് സെയിൽസ് കമ്പനി വന്നപ്പോൾ അതില് പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി അത് ചെയ്തു. അപ്പൊ അന്ന് ആ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് പറഞ്ഞ 1-2 വാക്കുകളാണ് എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് ദുബൈയിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എയർപോർട്ടിൽ എത്തണം, ഫ്ലൈറ്റിൽ തന്നെ പോകണം. എന്ന് പറഞ്ഞ പോലെ നമുക്ക് വലിയ സ്വപ്നങ്ങളാണ് ഉള്ളതെങ്കിൽ ആ വലിയ സ്വപ്നങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള വലിയ വരുമാനം കിട്ടുന്ന മേഖലയിലേക്ക് നമ്മൾ കടക്കണം. ഒരു ജോലി എടുത്തുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ എത്താൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കെല്ലാം കോമൺ സെൻസ് ഉണ്ട്, അറിവുകളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ജോലിക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ പേര് കൂലി എന്നാണ്. അപ്പൊ ജോലിക്ക് കൂലിയാണ്. അത് എത്ര വലിയ ജോലി ചെയ്യുന്ന ആൾക്കും കൂലിയാണ് കിട്ടുക. അത് ഒരു ലിമിറ്റഡ് ഇൻകം ആയിരിക്കും. അതേസമയം ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണ് അത് കൂലിയല്ല, മറിച്ച് പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് ആയിരങ്ങളായിരിക്കില്ല, അത് ലക്ഷങ്ങളോ കോടികളോ ആയിരിക്കും. അപ്പൊ ബിസിനസ് എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്. കാരണം പൊട്ടി തകർന്നു പോയി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് 10-60 ലക്ഷം രൂപ അത് പോകാൻ കാരണം വേറൊന്നുമല്ല, ഒരു കണ്ടെയ്നർ ലോഡിന്റെ വില, ഐ മീൻ ഈ ഫ്ലോറിങ്ങിന്റെ ഒരു കണ്ടെയ്നറിന്റെ വില 33 lakhs rupees. അപ്പൊ അത് ഞാൻ വിദേശത്തേക്ക് അയച്ചിട്ട് 10-45 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിവിടെ പോർട്ടിൽ വരുന്നത്. എന്നിട്ട് അതിന്റെ ഡ്യൂട്ടി ഗവൺമെന്റിനും കൂടെ അടച്ചതിന് ശേഷമാണ് എന്റെ ഗോഡൌണിൽ എടപ്പള്ളിയിൽ എത്തുന്നത്. സോ ദാറ്റ് മീൻസ് ഞാൻ ഈ ഗോഡൌണും ഓഫീസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് ആവറേജ് 1 ലക്ഷം രൂപ മന്ത്ലി കൊടുത്തുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ 6 months മുമ്പ് വരെ. ആ സമയത്ത് ഇത്രയും വലിയ ഹ്യൂജ് ലോസ് വന്നുകൊണ്ടാണ് ഞാൻ
ഉറക്കമില്ലാതിരുന്ന നാളുകളായിരുന്നു. ആ സമയത്ത് എന്റെ സുഹൃത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, ഈ പ്രൊഡക്റ്റിനെ ആദ്യം കണ്ടപ്പോ ആരെങ്കിലും ഉണ്ടേ ക്ഷമിക്കണം, യോഗ ഫീൽഡിലുള്ളവർ, കാരണം വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചവർക്ക് അവരുടെ ഉള്ളിൽ തോന്നും എന്തോ നമ്മളെന്തോ പ്രത്യേകതയാണെന്ന്. അപ്പൊ നമുക്കെല്ലാം അറിയാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഇതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തില്ല. ജസ്റ്റ് ഇതൊരു മാജിക് പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ കണ്ടതേ ഉള്ളൂ. പക്ഷേ ഈ വന്ന ആള് ആയിട്ടുള്ള ഒരു മുൻബന്ധം, അതായത് ബിസിനസ്സിന് മുമ്പേ ഉള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹം വന്ന് പറഞ്ഞത് കൊണ്ട് അത് എന്തായാലും എടുത്തേക്കാന്ന് വെച്ചിട്ട് ഞാൻ അന്ന് 7,400 rupees ആയിരുന്നു സിംഗിൾ പാക്ക് വാങ്ങിച്ചു. ഞാൻ എന്റെ ഫ്ലാറ്റിൽ, ഇവിടെ ഞാൻ കലൂരാണ്, അബാദിലാണ്, അപ്പൊ ആ ഫ്ലാറ്റിൽ ഞാൻ എന്റെ ബെഡ്റൂമിൽ ഇടുകയും ചെയ്തു. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന്റെ തലേ ദിവസം വരെ ഞാൻ ആകെ ഉറങ്ങിയിരുന്നത് 2 മണിക്കൂർ കഷ്ടിച്ചാണ്. ഇതാണ് എന്റെ യോഗ സെന്റർ. ഇവിടേക്ക് ഞാൻ വരുന്നത് രാവിലെ 5:30-ക്കാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച അന്നത്തെ ദിവസത്തെ അനുഭവം, ഞാൻ 5:30 ആയിട്ടും എഴുന്നേറ്റിട്ടില്ല. ഇതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ദാറ്റ് മീൻസ് ഏകദേശം 5.5 മണിക്കൂറോളം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡീപ്പ് സ്ലീപ്പ് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഉറക്കം നന്നായിട്ട് കിട്ടി എന്നുള്ളതാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായത്. എനിക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെയുണ്ട്, വിദേശത്തുമുണ്ട്. ഞാൻ 1-2 ഡോക്ടേഴ്സ് സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചു. അപ്പൊ പല വ്യക്തികളും പല അഭിപ്രായമാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലുപരി അത് ആര് പറയുന്നു എന്ന് വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ചില വ്യക്തികൾ നല്ല അഭിപ്രായം പറഞ്ഞു, ചില വ്യക്തികൾ മോശമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതായാലും എന്റെ അനുഭവത്തെ ഞാൻ വിശ്വസിക്കാൻ തീരുമാനിച്ചു. കാരണം മറ്റുള്ളവന്റെ അഭിപ്രായത്തിനേക്കാൾ ഉപരി അവനവന്റെ അനുഭവമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ എനിക്ക് നല്ല ഉറക്കം കിട്ടിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ വീട്ടിലേക്ക് ബാക്കി 2-3 പ്രൊഡക്റ്റ് കൂടെ വാങ്ങിച്ചു. എന്റെ മദറിലോ ആക്ച്വലി അവർക്ക് ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ കാർഡിയാക് ഇഷ്യൂവിന് നമ്മുടെ തിരുവല്ലയില് KM ചെറിയാൻ ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ടുപോയത്. അവിടെ 3 ബ്ലോക്കുമായിട്ട് കൊണ്ടുപോയി, ഒരു സ്റ്റെന്റ് ഇട്ടു. അതിനുശേഷം പറഞ്ഞു അടുത്ത മാസം നമുക്ക് 2 കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ അമ്മ ഇവിടെയാണ് കൊണ്ടുവന്നത്. ഇവിടെ എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിച്ചു. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവര് പറഞ്ഞു ഇപ്പോ ഇനി സർജറിയുടെ ആവശ്യമില്ല. ദാറ്റ് മീൻസ് ആ ബ്ലോക്ക് പോയി. സോ ഇത് രണ്ടും എന്റെ മുന്നിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പൊ എനിക്ക് നല്ല ഉറക്കം കിട്ടി. എന്റെ മദറിലോയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നത് മാറി, അവർ തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക്. ഇത് രണ്ടും എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ സ്റ്റുഡൻസിന്, ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നിരവധി വ്യക്തികൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുകയും അവരുപയോഗിച്ചിട്ട് അവർക്ക് റൊമാറ്റിക് പെയിന്, അതുപോലെ വെരിക്കോസ് വെയിന്, ബാക്ക് പെയിന് ഇതൊക്കെ മാറുകയും ചെയ്തു. ഈ അവസ്ഥയിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചത്. ഇത് നിരവധി വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ വിക്കിപീഡിയയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നെറ്റോ തെറാപ്പിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാവും. എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ള ഒരു കാര്യം, നമ്മളൊരു ഓട്ടോമാറ്റിക് കാർ എടുക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോർമലി ഇപ്പൊ ഞാൻ ഇടുക്കിയിലാണ് ആദ്യം ലൈസൻസ് എടുത്തത്. അപ്പൊ അവിടെ ഈ പ്ലേ കൂടുതലുള്ള ജീപ്പിൽ കയറിയിട്ടാണ് ആദ്യമായിട്ട് ഡ്രൈവിംഗ് ചെയ്തത്. അങ്ങനെ പഠിച്ച ഒരാളിനെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം ഞാൻ കാർ എടുക്കുന്ന സമയത്ത് നോർമൽ കാർ എടുക്കാൻ പോയത്, അതായത് ഓട്ടോമാറ്റിക് കാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പേടിച്ചു. കാരണം വെച്ചാൽ അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും നമുക്കറിയില്ല. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിയർ മാറ്റി നന്നായിട്ട് കറക്കിയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്, ഇല്ലേ? അതുപോലെ തന്നെ യോഗ ചെയ്തോ ജിം അടിച്ചിട്ടോ അല്ലെങ്കിൽ ഓടിയോ ഒക്കെയാണ് മനുഷ്യൻ സർക്കുലേഷൻ ഉണ്ടാക്കി ഇതുവരെ വന്നത്. അവിടെ നമ്മൾ പറയാണ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സർക്കുലേഷൻ ലെവൽ ബോഡിയിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നോർമലി വിശ്വസിക്കില്ല. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. കാരണം ഇവിടെ നമ്മളെ കുറെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ 25 വർഷം മുമ്പ് 1 ലക്ഷം രൂപയ്ക്ക് ഈ മാഗ്നെറ്റോ തെറാപ്പി പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചവരുണ്ട്. കാരണം എന്റെ 1-2 സ്റ്റുഡൻസ് ഉണ്ട്. അവര് പറഞ്ഞു, ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവര് പറഞ്ഞു, സാറേ ഇത് പണ്ട് വന്ന ജപ്പാൻ കിടക്കയല്ലേ. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ജസ്റ്റ് കേൾവി മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ ഗോസ് പവറും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ജപ്പാൻ കിടക്കേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത്. അത് ടെക്നോളജിയുടെ അപ്ഗ്രേഡേഷൻ ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ ഇൻകമിങ് കോളിന്, പേജർ ആയിരുന്നു, പേജർ കഴിഞ്ഞ് മൊബൈലിലേക്ക് വന്നു, ഇൻകമിങ് കോളിന് അങ്ങോട്ട് കാശ് കൊടുത്തോണ്ടാണ് നമ്മൾ ഇരുന്നത്. അതേസമയം ഇപ്പം മൊബൈല് അങ്ങോട്ട് വിളിക്കുന്ന കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഫ്രീ ആയിട്ട് വിളിക്കാം, അല്ലേ?
അത് ടെക്നോളജിയുടെ അപ്ഗ്രേഡേഷൻ ആണ്. എന്ന് പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. മാഗ്നെറ്റോ തെറാപ്പിയിലും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയോഡൈമിയം നാനോ ടെക്നോളജി ഉപയോഗിച്ച് വളരെ ബട്ടൺസിന്റെ വലുപ്പത്തിൽ സൗത്ത് കൊറിയൻ ഈ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളുടെ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് അവാർഡ് കൊടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് കൊടുത്ത കമ്പനിയാണ്, നമ്മൾക്ക് ഇനി കൊടുക്കണ്ട. കാരണം ആയുഷ് മിനിസ്ട്രി സ്പെഷ്യൽ അവാർഡ് നമ്മളുടെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്, ആയുഷ് കോവിഡ് യോദ്ധ അവാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയാൽ നമ്മുടെ ശരീരത്തിലെ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ അസ്വസ്ഥതകളും മാറും. ഞാനിവിടെ രാവിലെ മുതൽ ക്ലാസ് എടുക്കുന്നതും അതിനാണ്. കാരണം യോഗയില് കണ്ണ് കറക്കുക, തല കറക്കുക, റിസ്റ്റ് കറക്കുക, ബെൻഡ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, ഇതൊക്കെ പർപ്പസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ അന്നമയ കോശം എന്ന് പറയും ഈ ഫിസിക്കൽ ബോഡിയില് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേ പ്രവൃത്തി ഈ മാട്രസിൽ കിടക്കുന്ന ഒരാൾക്ക് ലഭിക്കുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് രോഗം വരാതിരിക്കാനും ഇത് ഉത്തമമാണ്. വന്ന രോഗങ്ങളാണെങ്കിൽ അത് മാറുവാനും ഈ പ്രൊഡക്റ്റിന്റെ ഉപയോഗം കൊണ്ട് സാധിക്കും. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൃത്യമായി നമ്മളൊരു 4-5 മണിക്കൂറെങ്കിലും ഇതിന്റെ പുറത്ത് കിടക്കാൻ ശ്രമിക്കണം. 2, ഇതിന്റെ വെള്ളം കൃത്യമായിട്ട് നമ്മൾ കുടിച്ചിരിക്കണം. നിങ്ങൾ ഇതും യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മാഗ്നറ്റൈസ്ഡ് വാട്ടർ. അപ്പൊ ആ വെള്ളം നമ്മൾ കൃത്യമായിട്ട് കുടിക്കുക. ഈ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടുക. ഞാൻ ഇത് എടുത്ത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തഡോളജികളുണ്ട്. ഞാൻ എന്റെ 1-2 അനുഭവങ്ങളാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഞാനൊരു യോഗ അധ്യാപകനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ശരിയാവത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ? ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അസ്വസ്ഥത മാറി നല്ല എനർജറ്റിക് ആവും. അപ്പൊ പിന്നെ നമുക്ക് എല്ലാ മാസവും കാശ് മേടിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ്, കാരണം എന്റെ സുഹൃത്തുണ്ട്, അവനോട് ചോദിച്ചാൽ പറയാം, അത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് അന്ന് 1000 രൂപ വരെ വാങ്ങിച്ചോണ്ടാണ് ഫിസിയോതെറാപ്പിസ്റ്റ് പോകുന്നത്. ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ചെയ്യുന്ന പണി ഈ മാട്രസിൽ കിടന്നാൽ നടക്കും. യോഗാകാരൻ ചെയ്യുന്ന പണി ഈ മാട്രസിൽ കിടന്ന ബോഡിയിൽ നടക്കും. അതുപോലെ ഞാനൊരു നമ്മുടെ ഈ സൂചി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അക്യുപഞ്ചറിസ്റ്റിനടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞ എന്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിച്ചാ, ഞാൻ ഇത് മേടിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന കാശ് കിട്ടുമോ? കാരണം ക്ലയൻസ് ചെയ്യില്ല. കാരണം ഇത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് അന്നേരം ഒരു സുഖം കിട്ടും, അത് കഴിഞ്ഞ് തിരിച്ചു പോകും. ഞാൻ ഒരാളെ വിമർശിക്കുകയല്ല, ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് കൂടി നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഒരു നാച്ചുറോപ്പതി ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് കണ്ടു. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ, ശക്തി ഇതിൽ കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അസുഖം എല്ലാം മാറും. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടുന്ന കാശ് കിട്ടുക? അവര് കാശ് കൊടുത്താണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിവൈൻ ഗിഫ്റ്റ് ആണ്. വളരെ എക്കണോമിക് ആയിട്ടുള്ള ഒരു റേറ്റില് നമുക്ക് രോഗം വരാതിരിക്കാനും വന്ന രോഗമാണെങ്കിൽ അത് നിവർത്തിക്കുവാനും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അന്തസ്സായിട്ട് ചെയ്തോളൂ. ഇനി അതോടൊപ്പം ബിസിനസ് ആംഗിൾ ഞാൻ പറയാം, കാരണം ഇത്രയും നേരം ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. എക്സലന്റ് പ്രൊഡക്റ്റ്, എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ട്. ബിസിനസ് ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് തന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡയറക്റ്റ് സെയിൽസ് കമ്പനി. അതിന് പറയാൻ കാരണം, ഞാൻ 10 വർഷം മുമ്പ് ഡയറക്റ്റ് സെയിൽസിലൂടെ എന്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റിയതാണ്. കാരണം ഞാൻ പറഞ്ഞു, ഒരു 2 വീലർ പോലും ഇല്ലാതെ കൊച്ചിയിൽ വന്ന് ഇവിടെ അടുത്ത് കാക്കനാട് എന്ന് പറയും, അവിടെ യൂത്ത് ഹോസ്റ്റലിൽ 50 രൂപയ്ക്ക് വാടകയ്ക്ക് കിടന്ന ഞാനാണ്. എന്നാൽ 2010 ആയപ്പോ തന്നെ എന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു. 32ാമത്തെ വയസ്സിൽ മെഴ്സിഡസ് ബെൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാറ്, 32-34 വയസ്സിനുള്ളിൽ തന്നെ എറണാകുളം സിറ്റിയില് പ്രീമിയം ഫ്ലാറ്റ്, ലോകത്തിന്റെ യൂറോപ്പ്, നമ്മുടെ സിംഗപ്പൂര്, മലേഷ്യ, അങ്ങനെ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ പലതും യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിലൂടെ നേടിയ കാര്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് ധൈര്യമായിട്ട് കടന്നു വരാം. അങ്ങനെ കടന്നു വന്നിട്ട് നിങ്ങളുടെ സീനിയേഴ്സ് പറയുന്നത് അനുസരിച്ച് കൃത്യമായ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്ത് അവരുടെ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിറവേറ്റാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, ഇത്രയും നേരം എന്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും വളരെ വളരെ വലിയ ഒരു ജീവിതം ഈശ്വരൻ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ
പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് നമുക്ക് എടുത്തു തന്ന ശ്രീ റിജോ കൈതാൻ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി MC ചെയ്ത ജിത്തു സാർ, അദ്ദേഹത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ സൗത്ത് ഇന്ത്യൻ ടീമിന്റെ പേരിലും ഞാൻ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ ഇത്രയും